പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം കൂടി ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ റീഡിങ്ങിൻ്റെ പ്രധാന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർപിരിഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്, പ്രിയപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് പെട്ടെന്ന് സംസാരിക്കാതായതും നിങ്ങളുടെ ബന്ധത്തിലെ പ്രധാന വെല്ലുവിളിയും അതിനുള്ള പരിഹാരവുമാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാവൂ. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുകയില്ല. ഇൻഡെപ്ത് ആയിട്ടുള്ള റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൾ വിളിക്കേണ്ട, അതിൽ നോർമൽ മെസ്സേജ് അയച്ചാൽ മതിയാവും, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ റീഡിങ്ങിൻ്റെ ടോപ്പിക് ഒന്നും കൂടെ പറയുകയാണ്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് പെട്ടെന്ന് സംസാരിക്കാതായത്? അതായത് വളരെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധത്തിൽ പെട്ടെന്ന് അവരെന്തുകൊണ്ടാണ് നിങ്ങളോടൊരു മിണ്ടാതായതെന്നും നിങ്ങളുടെ ബന്ധത്തിലെ പ്രധാന വെല്ലുവിളി എന്താണെന്നും അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്താണെന്നും അതിനുള്ള പരിഹാരവുമാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാനിടയായിട്ടുണ്ടെങ്കിൽ അതൊരു യാദൃച്ഛികമല്ല. ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തോ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനിടയാകുന്നത്. അപ്പോൾ ഒരു ടാറോ റീഡിങ്ങിന് ഒരു നിർദ്ദേശമായിട്ട് മാത്രം കാണുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ റെസണേറ്റ് ആവുന്നത്. അതുപോലെ ഈ ഒരു ടാറോ റീഡിങ്, ഈ ഒരു എൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ ഞാൻ ഇടുന്ന ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. 3 പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം എടുത്തിട്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ റെസണേറ്റ് ആവുന്നത്. വളരെ കാമായിട്ടിരുന്ന റീഡിങ് കാണുക. വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ പോസിറ്റിവിറ്റിയും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് കാർഡുകൾ എടുക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓണാശംസകളും കൂടെ നേരുന്നു. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എല്ലാ പ്രിയപ്പെട്ട വ്യക്തികൾക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഈ ഒരു ചാനൽ ഇങ്ങനെ വളരാനുള്ള കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. ചില വ്യക്തികൾ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്കൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു കാര്യം താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ വീഡിയോ കാണുന്നത്? ശരിക്കും ഇവിടെ ഒരുപാട് നല്ല വ്യക്തികളുണ്ട്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ റീഡിങ് ഇടുന്നത്. അപ്പം വളരെ അപൂർവം ചിലർ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയാനും. ഒരു ടാറോ റീഡിങ്ങിനെ അതിൻ്റേതായ രീതിയിൽ കാണുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും, അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്, എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവുകയില്ല എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് ആയിട്ടിരിക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിനെ വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണുക. നിങ്ങൾക്ക് പല കാര്യങ്ങളും റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ ടോപ്പിക് ഒന്നും കൂടെ പറയുകയാണ്. എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാതായത്? നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി, നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫ് ആകാം, നിങ്ങളുടെ ലവർ ആവാം, നിങ്ങളുടെ പാർട്ട്ണർ ആവാം. നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം ഒരു കാലത്ത് പുലർത്തിയിരുന്ന ഒരു വ്യക്തി, പക്ഷേ ഇപ്പം നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്മെൻറ്റിലാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലെ പ്രധാന വെല്ലുവിളികൾ എന്താണ്, അതിനുള്ള പരിഹാരം കൂടിയാണ് ഞാൻ ഇന്ന് റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് കാർഡുകൾ എടുക്കാം. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എല്ലാ വ്യക്തികൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാതായതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലെ പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് നമുക്ക് നോക്കാം.
എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആരെക്കുറിച്ചാണ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച് ഈ ഒരു കാർഡ് റീഡിംഗ് കാണുന്നത്, ആ ഒരു വ്യക്തി ജീവിതത്തിൽ, അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ലവറാവാം, ആരുമാവാം, ആ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കൃത്യമായ ഒരു വരുമാന മാർഗമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയൊക്കെ കാണിക്കുന്നുണ്ട്. ചിലവരുടെ കാര്യത്തിൽ അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഉയരാൻ പറ്റാത്തതിൽ ഇവർക്ക് കടുത്ത കുറ്റബോധവും കടുത്ത സമ്മർദ്ദവും ഒക്കെ അവരെ ഇപ്പോൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ അതൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾ തമ്മിലൊരു ബന്ധത്തിൽ പെട്ടെന്ന് അവരെന്താണ് സംസാരിക്കാതായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രണയ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയബന്ധമായിരിക്കാം. നിങ്ങളുടെ പ്രണയബന്ധത്തെ എതിർക്കുന്ന ചില വ്യക്തികളുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ലേഡി ഫിഗർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇടപെടൽ ഇവിടെ ഇതിന് കാരണമായിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ തന്ത്രപരമായിട്ടുള്ള ഒരു കുതന്ത്രങ്ങൾ, ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ കാരണമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഇടപെടൽ, അത് ഇവരുടെ അമ്മയാകാം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അമ്മയാകാം, സഹോദരിയാകാം. കാര്യം ഇവിടെ ഒരു ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാര്യം തന്ത്രപരമായിട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കാൻ മിടുക്കിയായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് മറ്റൊരു ബന്ധം, അതായത് നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും നിങ്ങളുടെ വൈഫിന് അല്ലെങ്കിൽ ഹസ്ബൻഡിനൊരു വിവാഹിതര ബന്ധം, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ നിങ്ങളോട് താല്പര്യം കുറയുകയും, അതുപോലെ പണം കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എങ്ങും എത്താത്തതിലുള്ള നല്ലൊരു ഫ്രസ്ട്രേഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് സാമ്പത്തികം അത്യാവശ്യമായതുകൊണ്ട് ഇവർ ഈ ഒരു ബന്ധത്തിലേക്ക് പോയതായിട്ടും, മറ്റൊരു വ്യക്തിയുമായിട്ടൊരു തെറ്റായ രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോയതായിട്ടും, ഫൈനലി നിങ്ങളെ ഉപേക്ഷിച്ച് അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ ഒഴിവാക്കി പോയതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്കിവിടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവർക്ക് വളരെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിമോഹം എന്നൊക്കെ പറയത്തില്ല, കാര്യം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. അവർ എന്ത് കാര്യത്തിലാണെങ്കിലും അവർക്കൊരു തൃപ്തി ഇല്ലാത്തൊരു പ്രകൃതമാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഭയങ്കര സ്വാർത്ഥരാണെന്ന് കാണിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരെപ്പോഴും അവരുടെ സന്തോഷത്തിനും സുഖത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഇവർക്ക് അറിയാമെങ്കിൽ പോലും ഇവർക്ക് പക്ഷേ അതിനൊന്നും നിങ്ങൾക്കൊന്നും ഒരു വാല്യൂ തരാത്തൊരു പ്രകൃതമായിട്ടൊക്കെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരെപ്പോഴും ഇവർക്കാണ് അമിത പ്രാധാന്യവും, അതുപോലെ തന്നെ ഇവരാണ് എപ്പോഴും ഇവരുടേതായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം ഇതൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇവർ ജീവിക്കുന്നതിന് ഇവർക്ക് വേണ്ടി മാത്രമാണ്. ഇവർ മറ്റുള്ളവരുടെ ഒരു ഫീലിങ്സിനെ പറ്റിയൊന്നും ഇവരൊരിക്കലും ചിന്തിക്കാറില്ല. ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും അവനവൻ്റെ കാര്യം മാത്രം, അവനവൻ്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവർ സാമ്പത്തികത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം ഇവരുടെ ഒരു ചിന്താഗതി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, ജീവിക്കുക, നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക. പക്ഷേ ഇപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബന്ധത്തിലെ പ്രധാന വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ചില വ്യക്തികളുടെ ഇടപെടൽ കാണുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗത്തിൽ, ഒരു മുതിർന്ന സ്ത്രീയുടെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഇവരുടെ സഹോദരിയുടെ ഇടപെടൽ, അല്ലെങ്കിൽ ആ ഒരു ലേഡി ഫിഗറിൻ്റെ ഒരു ഇടപെടൽ ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലൊരു സ്ത്രീ ഈ ഒരു ബന്ധത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബന്ധത്തിലൊരു വലിയ വെല്ലുവിളികളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഏത് ബന്ധത്തിലാണെങ്കിലും അവരൊട്ട് ഹാപ്പി അല്ല എന്നും കാണിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വ്യക്തി ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴും ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിനെയൊക്കെ കാണിക്കുന്നുണ്ട്. കാര്യം ഇവിടെ ഇവരുടെ ഒരു അമിത നിയന്ത്രണമൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഇവർ എവിടെയാണെങ്കിലും, ഇപ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പം ആണെങ്കിലും, അതുപോലെ മറ്റൊരു ബന്ധത്തിലായാൽ പോലും ആ ഒരു ബന്ധത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ഒരു ഡിവൈൻ ടൈം, അല്ലെങ്കിൽ ഒരു ഫേവറബിൾ ടൈമിനായിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു അനുയോജ്യമായിട്ടുള്ളൊരു സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടാണ് അവരുടെ ഹൃദയം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇവർ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് നല്ല കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനേക്കാളുപരി എനിക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങളിങ്ങനെ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക.
ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളെ തിരയുന്നുണ്ട്. അവർ ആൾക്കൂട്ടത്തിനിടയിലും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അവർക്ക് എവിടെയാണെന്നോ ഒന്നും. ആ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ അവരെ ഒന്നിനും നിർബന്ധിക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളെ ഇപ്പോൾ അകന്നു പോയിട്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് നീ എന്താണ് എന്നെ സ്നേഹിക്കാത്തത് അല്ലെങ്കിൽ എന്നെ വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു നോ കോൺടാക്ട് റൂൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ മറ്റു ചില വ്യക്തികളുടെ ഇടപെടലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു നിങ്ങളിലേക്കൊരു തിരികെ വരുന്നത് വളരെ ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു തിരിച്ചുവരവ് ഒരു അസാധ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാത്തിരിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നാണ് കാർഡുകൾ പറയുന്നത്. കാര്യം എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇപ്പം മറ്റൊരു വ്യക്തിയുടെ കൂടെ അല്ലാതെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ ഒരുപാട് വ്യക്തികളുടെ ഒരു എനർജി വരും. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ അല്ല എങ്കിൽ പോലും, അതായത് ഇപ്പോൾ ഒരു കുടുംബത്തോടൊപ്പമാണ് താമസിക്കുന്നെങ്കിൽ പോലും അവിടെ ഇവർ കുടുംബക്കാരുടെ ഇടയിൽ നിങ്ങളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയൊക്കെ കുടുംബക്കാർ പരത്തിയിട്ടുണ്ട്. കാര്യം നിങ്ങളൊരു കൊള്ളൂലാത്ത വ്യക്തിയാണ്, കൊള്ളൂലാത്ത പുരുഷനാണ്, കൊള്ളൂലാത്ത സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് പല കള്ളങ്ങളും പറഞ്ഞ് പരത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇവരുടെ മനസ്സിലൊരു ആഴത്തിലുള്ളൊരു മുറിവ് ഏൽപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് എനിക്കിവിടെ. കാര്യം അവരെ വീട്ടുകാർ പറയുന്നത് കേട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരൊരുപാട് പ്രതീക്ഷ അർപ്പിച്ചൊരു ബന്ധമായിരുന്നു നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം. പക്ഷേ ആ ഒരു ബന്ധത്തിൽ അവർക്ക് ഇങ്ങനെയൊന്നും അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവർ നിങ്ങളോടുള്ള ആ ഒരു വൈരാഗ്യം ഈ ഒരു ലേഡിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. കാര്യം നിങ്ങൾ അവരുടെ വീട്ടിൽ വരുന്നതും നിങ്ങൾ അവരുമായിട്ട് ജീവിക്കുന്നതൊന്നും ഈ ഒരു ലേഡിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം അവരുടെ കുതന്ത്രങ്ങളാണ് ശരിക്കും നിങ്ങളുടെ ബന്ധത്തിലൊരു കാരണമായിട്ടുള്ളത്. അപ്പം മറ്റു പല വ്യക്തികളുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ. ചിലവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് മറ്റൊരു ബന്ധത്തിലേക്ക്, അതായത് ഇവർക്ക് അമിത സ്വാർത്ഥമോഹമുള്ള വ്യക്തികൾ, അതായത് പണത്തിന് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക്, ശാരീരിക സുഖത്തിനും പണത്തിനും വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയ വ്യക്തികളായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ബന്ധത്തിലെ പ്രധാന വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം തന്നെ വെല്ലുവിളി ആണ് നിങ്ങൾക്ക് ശരിക്കും. നിങ്ങളെല്ലാവർക്കും നിങ്ങളോടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയവിവാഹമായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധം അംഗീകരിക്കാൻ പറ്റാത്തവർ എന്തെങ്കിലും ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം, സാമ്പത്തികമായിട്ടുള്ളൊരു അന്തരം ഉണ്ടാവാം നിങ്ങൾക്കിടയിൽ. ഇപ്പോൾ നിങ്ങൾ ഹിന്ദു, അവർ ക്രിസ്ത്യൻസും ആയിരിക്കും, അങ്ങനെ, അല്ലെങ്കിൽ അവർ ക്രിസ്ത്യൻസും നിങ്ങൾ ഹിന്ദുവും, അല്ലെങ്കിൽ മുസ്ലിംസ് ആയിരിക്കാം. അപ്പോൾ കാസ്റ്റിലൊക്കെ ഉള്ളൊരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ബന്ധത്തിനൊരു വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ ഒരു മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. പക്ഷേ അവർക്ക് സമയം വേണം. കാര്യം ചില വ്യക്തികളുടെ കാര്യത്തിൽ ഇപ്പോഴും ഇവർ കുടുംബത്തിൻ്റെ വാക്കുകൾ കേട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ കുറച്ച് പേർക്ക് അവർക്കൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യത്തിനായിട്ട് ഇപ്പോൾ ഇവർക്കൊരു ജോലിയില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു, അപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജി ആയിട്ടും കാണുന്നുണ്ട്. ഞാൻ ആദ്യമേ റീഡിങ് എടുത്തപ്പോഴേ പറഞ്ഞു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഇവരുടെ മാതാപിതാക്കളുടെ ഒരു മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി, ഒരു ലേഡി ഫിഗറാണ് ഇവരെ നിയന്ത്രിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് അവർ ഇടപെടുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധം തകരാൻ കാരണമായിട്ടുള്ള പ്രധാന വെല്ലുവിളി ഈ ഒരു ലേഡി ആയിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് അതും ഇതും പറഞ്ഞു ഒരു സ്ത്രീയുടെ ഒരു ഇടപെടലും കാണിക്കുന്നുണ്ട്. കാര്യം ഇപ്പം വിവാഹം കഴിച്ച ഒരു വ്യക്തിയാവാം, ഇപ്പോൾ മറ്റൊരു സ്ത്രീ എന്ന് പറഞ്ഞ മറ്റൊരു ബന്ധമല്ല ഞാൻ പറയുന്നത്. കാര്യം കുടുംബത്തിലുള്ള ഒരു മുതിർന്ന സ്ത്രീ, ഇവരുടെ അമ്മയാവാം, അല്ലെങ്കിൽ ഇവരുടെ സഹോദരിയാകാം, അവർ നിങ്ങളുടെ ബന്ധത്തിൽ ഇടംകോലിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവർക്ക് ഈ ഒരു കുടുംബ ബന്ധങ്ങളുടെ വിലയൊന്നും അറിയാത്ത ചില വ്യക്തികളുണ്ട്. അവരൊക്കെ നിങ്ങളുടെ ബന്ധം തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കളുടെ ഒരു എനർജി, അതൊക്കെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഒരുപാട് കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. കാര്യം ഇവർ പങ്കാളിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇവരുടെ സ്വന്തം കുടുംബത്തിനാണ്. ഇവർ കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാവാം ഇവർ. അപ്പം നിങ്ങൾക്കൊരു വാല്യൂ തരാതെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക, നിങ്ങളെ ദ്രോഹിക്കുക, അങ്ങനെയൊക്കെയുള്ള എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സംസാരിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി പെട്ടെന്ന് സംസാരിക്കാതായതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുതിർന്ന സ്ത്രീയുടെ ഇടപെടലാണ്. അവർ നിങ്ങളെക്കുറിച്ച്
പലതരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. നിങ്ങളുടെ സ്വഭാവ ദൂഷ്യമുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത വ്യക്തിയാണ്, നിങ്ങൾ തൻ്റെ ഇടിയാണ്, അങ്ങനെ പല പല കാര്യങ്ങൾ. അതായത് പൊട്ടും പൊടിയും വെച്ചത്. ഇപ്പം നിങ്ങളുടെ വ്യക്തി ഇപ്പം വിവാഹം കഴിച്ചവരുടെയൊക്കെ ആണെങ്കിൽ അതൊരു വിദേശത്തായിരിക്കാം ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരോട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു നെഗറ്റിവിറ്റി, ഒരു ഇമേജ്, നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി മൊത്തം ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു നെഗറ്റീവ് ഇമേജാണ് നിങ്ങൾക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ശരിക്കും. അപ്പോൾ കാര്യങ്ങളുടെ ഒരു വാസ്തവം മനസ്സിലാക്കാതെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ തെറ്റായ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഇവരെ സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രധാനമായിട്ടൊരു ലേഡി ചില വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി ബന്ധം തന്നെ കാണിക്കുന്നുണ്ട്. കാര്യം നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഒരു വിരക്തി തോന്നുകയും അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ഇവർക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു വേർപിരിയാനായിട്ടുള്ള ഒരു കാരണമായിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നിങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണെന്ന് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ തകർന്നു പോയൊരവസ്ഥയിലാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും, നിങ്ങളൊരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ട് റൂള്. അവരെ ബെഗ് ചെയ്ത്, നമ്മളൊരു സ്നേഹത്തിന് വേണ്ടി ഒരിക്കലും യാചിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ വളരെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കഴിവുകളും ഉള്ളൊരു ഇതാണ്. നിങ്ങൾ വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു വുമണാണ്, അല്ലെങ്കിൽ ഒരു മാനാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ യാചിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ അന്തസ്സും ആത്മാഭിമാനവും ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കാതിരിക്കും. ഇപ്പോൾ ഇവരാഗ്രഹിക്കുന്ന എന്താണ്? നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു വാല്യൂ ഇല്ലാതായിപ്പോൾ. കാര്യം നിങ്ങളായിട്ട് ഒരു തെറ്റ് ഇവിടെ ചെയ്തിട്ടില്ല. ഇത് അവരുടെ കുഴപ്പം കൊണ്ടാണ്. പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധത്തിൽ പെട്ടെന്ന് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലാവുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളുടെ ബന്ധത്തിൽ ഇടങ്കോൾ ഇടാനായിട്ട് പല വ്യക്തികൾ ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നത്. നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോകാനുള്ള കാരണമായി തീർന്നത് അതുതന്നെയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കാളും മറ്റു പലർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അങ്ങനെയാണ് കാണിക്കുന്നത്. കാര്യം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല, പക്ഷേ നിങ്ങൾക്കൊരു യാതൊരു വിധ വിലയും ഇവർ തന്നിരുന്നില്ല, വാല്യൂവും തന്നിരുന്നില്ല. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച്, അല്ലെങ്കിൽ ഇത്രയും കാലം ഒരുമിച്ച് കൂടെ നിന്ന വ്യക്തിയെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ ഇവർ അടിയറവ് പറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു വാക്കുകൾക്കാണ് ഇവർ കൂടുതൽ വില കൊടുത്തത്. ശരിക്കും നിങ്ങളെ അവർ മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വ്യക്തി ചിന്തിച്ചില്ല. അങ്ങനെയൊക്കെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചർ കാർഡ് എടുത്ത് നോക്കാം. നമുക്ക് കുറച്ച് കാർഡുകൾ എടുത്ത് നോക്കാം. എന്താണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഭാവി എന്താണെന്ന് നോക്കാം. തെറ്റിദ്ധാരണകൾ മാറി അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ, അല്ലെങ്കിൽ എന്ത് ഡിസിഷനാണ് അവർ എടുക്കാനായിട്ട് പോകുന്നതെന്ന് നോക്കാം. ഫ്യൂച്ചർ കാർഡും കൂടെ എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് വീണ്ടും ജീവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു റീയൂണിയൻ സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റീയൂണിയൻ സാധ്യമാണ്. നിങ്ങളുടെയൊക്കെ ആ കരഞ്ഞു തളർന്നിരിക്കുന്ന മുഖം എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി ഉപേക്ഷിച്ച് പോയി, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ജെന്യൂനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയന് സാധ്യതയുണ്ട്. ഒരു 3 to 6 monthsനുള്ളിൽ റീയൂണിയന് സാധ്യത കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അതിനൊരു സാധ്യത വരുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബന്ധം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം വിവാഹം കഴിക്കാതെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ വിവാഹത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ കുടുംബത്തിനെ രണ്ട് കാര്യങ്ങൾക്ക് ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുവേണ്ടി കുടുംബത്തിനെ കൺവിൻസ് ആക്കി എടുക്കാനായിട്ട്, കുടുംബക്കാരെ അല്ലെങ്കിൽ വീട്ടുകാരെ ഒരു മയപ്പെടുത്തി എടുക്കാനായിട്ട്, അവരുടെ ഒരു അനുവാദം കിട്ടാനായിട്ട് സമയം എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വെയിറ്റാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബന്ധം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്.
അങ്ങനെയാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. നിങ്ങളിവിടെ ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്കിവിടെ റീഡിംഗ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളിവരെ സ്നേഹിച്ചു, അന്ധമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അതാണ് ശരിക്കും നിങ്ങൾക്കൊരു പണി കിട്ടിയത്. പക്ഷേ ഇവർ എല്ലാം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് റീഡിങ്ങിലൂടെ. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്യൂച്ചർ കാർഡ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നീതി കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാര്യം ഇവിടെ സ്നേഹം എങ്ങെങ്ങും പോയിട്ടില്ല. കാര്യം നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ആ ഒരു സ്നേഹം എങ്ങെങ്ങും പോയിട്ടില്ല. അതൊക്കെ വളരെ മിസ്സിങ് ആണ് അവരുടെ ജീവിതത്തിൽ. പക്ഷേ ഇപ്പോഴവർ കുടുംബക്കാരോടൊപ്പം നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരു സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാ കാര്യത്തിലും അവരെങ്ങും എത്താത്തൊരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിലെ ഒരു പുതിയ തുടക്കം അവർ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എങ്ങനെ നിങ്ങളിലേക്ക് വരണമെന്നോ ഒന്നും അവർക്ക് അറിയില്ല ശരിക്കും. കാര്യം അതിനുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് അല്ല ഒരു വ്യക്തി. അതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ച് പേരുടെ കാര്യത്തിൽ അങ്ങനെയാണ്, കുറച്ച് പേരുടെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിലാണ്. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ട് ഇവർക്കൊരു ബന്ധം നിലവിലുണ്ടെങ്കിൽ ആ ഒരു ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് സ്റ്റേബിളായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി തന്നെ തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ വരുമ്പോൾ, ഫ്യൂച്ചർ കാർഡ് എടുക്കുമ്പോൾ. കാര്യം ഇപ്പോഴും എന്ത് തന്നെയാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്, ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്യൂച്ചറിൽ അവർ നിങ്ങൾക്കായിട്ടൊരു തീരുമാനമെടുക്കും. നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതേ എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ പോസിബിളാണ്. അതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഒരു റീഡിങ്. അപ്പം ഇതാണ് നിങ്ങൾക്കായിട്ടുള്ള കേട്ടോ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാലും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ മറ്റു പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, വീഡിയോടൊപ്പം കൊടുത്തിരിക്കുന്ന. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. ഓക്കെ, താങ്ക് യു.